السلام عليكم ورحمة الله. الحمد لله كفى وسلام على عباده الذين اصطفى أما بعد. الحمد لله. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാനിന്റെ 13ാമത്തെ നോമ്പിലാണ് നാം നിലകൊള്ളുന്നത്. ഈ 13ാമത്തെ നോമ്പിൽ നാം നിലകൊള്ളുമ്പോൾ ഇന്നത്തെ തറാവീഹ് നമസ്കാരത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കുക. അതായത് 14ാമത്തെ തറാവീഹ് നമസ്കാരം നമസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം നാം മനസ്സിലാക്കുക. വഫീ ലൈലത്തി റാബിഅത്തി അശറ, അതായത് 14ാമത്തെ തറാവീഹ് നമസ്കാരം നമസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ജാഅത്തിൽ മലായികതു ലയശ്ഹദൂന ലഹു അന്നഹു ഖദ് സല്ല തറാവീഹ ഫലാ യുഹാസിബഹു അല്ലാഹു യൗമൽ ഖിയാമ. അവൻ തറാവീഹ് നമസ്കാരം നമസ്കരിക്കുന്നു എന്ന് ഒരു മലക്ക് സാക്ഷ്യം വഹിക്കുകയും അതു കാരണത്താൽ അവനെ വിചാരണ ചെയ്യുകയുമില്ല നാളെ ആഖിറത്തിൽ. അത്രമാത്രം ഒരു വലിയ സൗഭാഗ്യമാണ് അവന് ലഭിക്കുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. 14ാമത്തെ തറാവീഹ് നമസ്കാരം നമസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. വിചാരണ എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് മുഅ്മിനീങ്ങളെ. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന് വിചാരണ ലഘുവാക്കി കിട്ടിയാൽ, ലഘുവായ വിചാരണയാണ് നാളെ ആഖിറത്തിൽ ലഭിക്കുന്നതെങ്കിൽ അവൻ നാളെ ആഖിറം രക്ഷപ്പെട്ടു. ഒരു മനുഷ്യനെ വിചാരണ വിശദമാക്കിയാൽ അവൻ ആഖിറത്തിൽ പരാജയപ്പെട്ടു പോകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഇത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തിരിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അങ്ങയോട് വിചാരണ വിശദമാക്കിയാൽ എന്താകുമെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അറിയില്ല ആയിഷ, ഞാനും പരാജയപ്പെട്ടു പോകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയും. അതുകൊണ്ട് വിശദമായി ആരെങ്കിലും അള്ളാഹു വിചാരണ ചെയ്താൽ അവരുടെ ആഖിറം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഇന്നത്തെ തറാവീഹ് നമസ്കാരം, 14ാമത്തെ തറാവീഹ് നമസ്കാരം നമസ്കരിച്ചാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം, അതായത് തറാവീഹ് നമസ്കരിക്കുന്നുവെന്ന് മലക്ക് അവന് സാക്ഷ്യം, ഇവൻ തറാവീഹ് നമസ്കാരം നിർവഹിച്ചവനാണെന്ന് ഒരു മലക്ക് സാക്ഷ്യം വഹിക്കുകയും അത് കാരണത്താൽ അവന്റെ വിചാരണ ഒഴിവാകുകയും ചെയ്യുന്നതാണ്, വിചാരണ ഇല്ലാതാവുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ തറാവീഹ് നമസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കി അത് നിർവഹിക്കുക. അല്ലാഹു സാലിഹായ അമലാക്കി നമ്മുടെ ഇബാദത്തുകളെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ.